നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയൊടുവിൽ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം തലക്കെട്ടുകൾ. വികസന കാര്യത്തിൽ സംവാദമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി. വികസനം മാത്രമാകരുതെന്നും എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടാകണമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് എത്താമെന്ന VD സതീശന്റെ മറുപടി. UDF ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി. കേരളത്തിൽ LDF സർക്കാർ BJP നിയന്ത്രണത്തിലെന്നും ശബരിമലയെക്കുറിച്ച് മോദി മിണ്ടുന്നില്ലെന്നും രാഹുൽ. കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി. SDP ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകാനൊരുങ്ങി മുഖ്യമന്ത്രി. പാർട്ടി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രം CM മറുപടി നൽകുന്നു എന്ന വിമർശനത്തിൽ മടങ്ങി വന്ന മാധ്യമങ്ങൾക്ക് വിമർശനം. ചോദ്യം ചോദിക്കണം, ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ആര് വോട്ട് ചെയ്താലും ചാപ്പ കുത്തി മാറ്റി നിർത്തില്ലെന്നും SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും തോമസ് ഐസക്. വിദേശ സഹായം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്ന FCRA ബില്ല് പാസാക്കിയത് ഗൂഢലക്ഷ്യങ്ങളോടെയെന്ന് കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ബില്ല് കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്ന് KC വേണുഗോപാൽ. FCRA ഭേദഗതി ന്യൂനപക്ഷ വേട്ടയല്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ആശങ്കയുണ്ടാക്കുന്ന നിയമമെന്നും പുനഃപരിശോധിക്കണമെന്നും ഓർത്തഡോക്സ് സഭ. ഭേദഗതിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ഓഹരി വിപണിയിൽ ഇടിവ്. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 1200 പോയിന്റും നിഫ്റ്റി 350 പോയിന്റും ഇടിഞ്ഞു. നഷ്ടം ബാങ്കിംഗ് ഓഹരികളിൽ. ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവ്. സ്വർണത്തിന് പവന് ഇന്ന് കുറഞ്ഞത് 600 രൂപ. IPL-ൽ ഇന്ന് രാജസ്ഥാൻ ചെന്നൈ പോരാട്ടം. മത്സരം വൈകിട്ട് 7:30 മുതൽ ഗുവാഹത്തിയിൽ. ചെന്നൈ സൂപ്പർ കിങ്സിനായി സഞ്ജുവിന് ഇന്ന് മഞ്ഞ ജേഴ്സിയിൽ അരങ്ങേറ്റം. മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. വികസന കാര്യത്തിൽ സംവാദമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി. വികസനം മാത്രമാകരുത് സംസാരിക്കേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും മറുപടിയുണ്ടെങ്കിൽ സംവാദമാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞത് LDF-ന്റെ ദിശാബോധമെന്നും പിണറായി വിജയൻ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വളരെ സന്തോഷമല്ലേ. അത് ഇപ്പോഴെങ്കിലും അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം. ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയില്ല. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഒരു ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയുക. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. അതേസമയം വാർത്താ സമ്മേളനത്തിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രി. SDP ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പോകാനൊരുങ്ങി. ചില മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രം CM മറുപടി നൽകുന്നു എന്ന വിമർശനത്തിൽ മടങ്ങി വന്ന ചോദ്യം ചോദിച്ച മാധ്യമങ്ങൾക്ക് നേരെ വിമർശനവും അദ്ദേഹം ഉയർത്തി. ആളുകളെ വിളിച്ചു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത് ചോദിക്കാൻ
ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഡീലുകളും അല്ലെങ്കിൽ SDP ബന്ധം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി എപ്പോഴാണ് വികസന കാര്യത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു സംവാദം, ആരോഗ്യപരമായ സംവാദം ഒരുപക്ഷെ ഭരണ പ്രതിപക്ഷം തമ്മിൽ ഉണ്ടാവുക, പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത്? എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വികസനം മാത്രം സംസാരിക്കരുത്, മറ്റ് പലതും കൂടി സംസാരിക്കേണ്ടി വരും, അതിനും കൂടി മറുപടി ഉണ്ടെങ്കിൽ സംവാദമാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്നാൽ സമയവും സ്ഥലവും പറയാൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നു. ശരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു ആശയ സംവാദം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്. തീർച്ചയായും സ്വപ്ന, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും ഒപ്പം BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള നീക്കങ്ങൾ, അതായത് ഇടത് സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരുന്നു പത്രസമ്മേളനങ്ങളിലും ഒപ്പം പ്രചാരണ പരിപാടികളിലും ഒക്കെ കണ്ടത്. പക്ഷേ ആ ഒരു നീക്കം, അതിനെ തടയിട്ടുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ ഉയർത്തുന്നു. പ്രതിപക്ഷ പാർട്ടികൾ, ചില നേതാക്കളൊക്കെ ചില നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഗൗരവമായി കണ്ടുകൊണ്ട്, അതായത് SDP അടക്കമുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം വോട്ടുകൾ ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന തരത്തിലുള്ള ചില നിർണായക ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. പക്ഷേ അവിടെയും മുഖ്യമന്ത്രി നിശബ്ദത തുടരുന്ന ഒരു സാഹചര്യം പിന്നീടുള്ള പല വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യവും കണ്ടതാണ്. ഒപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട്, കാരണം പല കാര്യങ്ങളിലും വികസന കാര്യങ്ങളിൽ സർക്കാരിന് എന്തൊക്കെയാണ് നിരത്താനുള്ളത് എന്ന കാര്യങ്ങൾ അടിവരയിട്ട് പറയണം, അക്കമിട്ട് പറയണം എന്ന കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി, ആ വെല്ലുവിളിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത്. വികസന കാര്യങ്ങളിൽ മാത്രമല്ല, അതിനും അപ്പുറവുമുള്ള കാര്യങ്ങളിലേക്കും സംവാദം കടക്കുകയാണെങ്കിൽ താൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ VD സതീശന് ഒരു മറുപടി നൽകിയിരിക്കുന്നു. ഏതായാലും ആ വികസന കാര്യങ്ങൾക്ക് അപ്പുറവുമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള വേദി അത് നിയമസഭ ആയിരുന്നു. നിയമസഭയിൽ പക്ഷേ പ്രതിപക്ഷം ഒളിച്ചോടുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. അവിടെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഭരണപക്ഷത്തു നിന്ന് കിട്ടും എന്ന ഒരു കണക്കുകൂട്ടലിൽ, ആ ഒരു ഭയം കൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാതെ അവിടെ ഒളിച്ചോട്ടം നടത്തിയത് എന്നും ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു വാർത്താ സമ്മേളനം. തീർച്ചയായും കൃത്യമായ മറുപടി തന്നെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ ഇന്നിപ്പോൾ SDP-യുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ വാർത്താ സമ്മേളനം പൂർത്തിയാക്കി പോയ മുഖ്യമന്ത്രി തിരിച്ചു വന്ന ആ ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരാ, അത് പുറത്തു പറയണം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ക്ഷുഭിതനായി തന്നെയാണ് അദ്ദേഹത്തെ കണ്ടത്. തീർച്ചയായും മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് വളരെ തെറ്റിദ്ധാരണപരമായ ഒരു പ്രതികരണം തന്നെയായിരുന്നു. കാര്യം ഈ പ്രതികരണം, അതായത് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ആ ഒരു സമയത്തായിരുന്നു പ്രതിപക്ഷ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരുന്ന മറ്റു വാർത്താ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നത്. ആ സമയത്തായിരുന്നു ഭരണ അനുകൂല സംഘടനയിൽപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർ അവർ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അത് സർക്കാരിന് അനുകൂലമായ, അല്ലെങ്കിൽ സർക്കാരിന് കൃത്യമായ ഉത്തരമുള്ള ചില ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ ചില ചോദ്യങ്ങൾ, അതായത് SDP അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടെന്ത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. ഒരു 4-5 പ്രാവശ്യം ഇത്തരത്തിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇക്കാര്യങ്ങൾ കേൾക്കാതെ മുഖ്യമന്ത്രി അവിടെ നിന്നും വാർത്താ സമ്മേളനം മതിയാക്കി എഴുന്നേറ്റ് പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ഇത് വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ചിലരുടെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്നു എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആ സമയത്ത് ചില വികാരഭരിതരായി ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ സമയത്താണ് മുഖ്യമന്ത്രി വളരെ ക്ഷോഭത്തോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ശരീരപ്രകൃതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖഭാവമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ ക്ഷോഭിച്ച് തന്നെയാണ് അദ്ദേഹം മടങ്ങിപ്പോയ അദ്ദേഹം വീണ്ടും തിരികെ വാർത്താ സമ്മേളനം നടത്തിയ സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നു. പക്ഷേ അവിടെ കൃത്യമായൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു. SDP അടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരുന്നു സർക്കാരിന്റെ നിലപാടെന്ന കൃത്യമായ ഒരു മറുപടി അവിടെ ഈ ചോദ്യങ്ങളിലൂടെ, അല്ലെങ്കിൽ തിരിച്ചു വന്ന തീർച്ചയായും സുധീഷ്, അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം കാതോത്തിരുന്നത്. പക്ഷേ അതേസമയം എബി ജോൺ കൂടി ചേരുകയാണ്. ഇപ്പോൾ എബി, ഈ വികസന കാര്യത്തിൽ സംവാദമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഒരുപക്ഷെ ആദ്യം FB പോസ്റ്റിലൂടെ
ഇരുട്ടോടെയാണ് മുഖ്യമന്ത്രി ഈ വി ഡി സതീശൻ ഇതിന് മറുപടി നൽകിയത്. ഈ സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം 1, 2, 3 എന്നിങ്ങനെ എണ്ണി പറഞ്ഞാണ് ഈ പോസ്റ്റ് വന്നത്. ഇനി സംവാദമായാലോ എന്ന ചോദ്യമായിരുന്നു FB പോസ്റ്റ്. തീർച്ചയായും രാവിലെയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിൽ ഒരു സംവാദത്തിന് തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത്. ഈ കാര്യങ്ങളിൽ നമുക്ക് ചർച്ചയാകാം അല്ലെങ്കിൽ ചർച്ചയായാലോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു 4 പേജാണ് അതിലുണ്ടായിരുന്നത്. അതിൽ സർക്കാർ ഇപ്പോഴും ഉയർത്തി കാണിക്കുന്ന നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് ഗെയിൽ പൈപ്പ് ലൈൻ മുതൽ മുണ്ടക്കൈ ചൂരൽമലയിൽ നിർമ്മിച്ചിട്ടുള്ള ആ ടൗൺഷിപ്പ് വരെയുള്ള കാര്യങ്ങൾ അത് പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ സർക്കാർ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖല, സമഗ്ര മേഖലയിൽ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയാണ് അതിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നുള്ളതായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ വി ഡി സതീശനും അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് താൻ എത്താൻ തയ്യാറാണ്, ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായതിൽ സന്തോഷമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ പോസ്റ്റിൽ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരും മണിക്കൂറുകൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങളിലേക്കൊക്കെ ചർച്ചകൾ കടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ ഇന്നേക്ക് 10ാം നാൾ കേരളം വിധി എഴുതാൻ ഒരുങ്ങുകയാണ്. നാടിളക്കിയുള്ള പ്രചരണ പരിപാടികളാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കളം നിറയുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് നടക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, ഈ 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കൊപ്പം ഭിന്നശേഷിക്കാർക്കും അടക്കം വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം, അതൊക്കെ ഈ ഹോം വോട്ടിംഗ് സംവിധാനം അടക്കം ഇന്നു മുതൽ ഇപ്പോൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പ്രചരണ ചൂടിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു? പ്രചാരണ പരിപാടികളൊക്കെ തന്നെയും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കേവലം 10ാം നാൾ കൃത്യമായും കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു, വിധി എഴുതുന്നു എന്നുള്ളതാണ്. എന്തായാലും 8 ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ പരസ്യ പ്രചാരണത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള വിമർശനം അദ്ദേഹം LDFനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള മന്ത്രിസഭ അല്ല നിലവിലുള്ളത്. BJPക്ക് അനുകൂലമായിട്ടുള്ള BJP നയങ്ങൾ നടത്തുന്ന മന്ത്രിസഭയാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം ഈ ഒരു സാഹചര്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല സംഭവവുമായി ബന്ധപ്പെട്ട് അതിന് നടത്തിയിട്ടുള്ള പിരിവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ഇടത് ഹാൻഡിലുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിനോട് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാകും. ഒപ്പം തന്നെ SDPIയുമായിട്ടുള്ള CPMന്റെ ബന്ധം അത് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് മുഖ്യമന്ത്രി അതിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ട നടപടികളും പുരോഗമിക്കുന്നു. കാരണം 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള, ഒപ്പം തന്നെ പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന നടപടികൾ, വീട്ടിലെത്തി ഇത്തരത്തിലെ ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ആ മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് വിധി എഴുതി തുടങ്ങി. അത് സീനിയർ സിറ്റിസൺസിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബിയാണ് വിവരങ്ങളുമായി ചേർന്ന്. എന്തായാലും താരപ്രചാരകർ ദേശീയ നേതൃത്വത്തിനടക്കം സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി, ഇന്നിപ്പോൾ UDFന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയിരിക്കുന്നു. പത്തനംതിട്ട അടൂരിൽ പൊതുയോഗത്തിൽ സംസാരിച്ചു. LDF സർക്കാർ BJP നിയന്ത്രണത്തിലാണെന്നും ശബരിമലയെക്കുറിച്ച് മോദി മിണ്ടുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കണ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. കണ്ണൻ, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതിന്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന്, ഇതിനൊക്കെ ഒരു മറുപടി രാഹുൽ ഗാന്ധിയിൽ നിന്ന് കേരളത്തിലെ UDF നേതൃത്വം, കേരളത്തിലെ അണികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതിനും അതുപോലെ LDF പിണറായി വിജയൻ ഉൾപ്പെടെ UDFനെതിരെ പറഞ്ഞതിനുമൊക്കെ മറുപടി എന്ന വണ്ണം നിരവധി കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് അടൂരിലെ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. പ്രധാനമായും ഇടതുപക്ഷ മുന്നണിയുള്ള പോരാട്ടത്തിലാണ് UDF എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറുഭാഗത്ത് LDFും BJPയും ഒറ്റയ്ക്കാണുള്ളത്. മറ്റൊരു കാര്യം, ഇതിലെ കേരളത്തിലെ ഒരു പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ BJPയുമായി തങ്ങൾക്ക് അദൃശ്യ കരമുണ്ടെന്ന് പറയുന്നുണ്ട്.
എന്നാൽ BJPക്ക് യാതൊരു തരത്തിലും UDF കേരളത്തിൽ വരണമെന്ന ആഗ്രഹമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏർപ്പെടുന്നത്. അത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും അവർക്കതൊരു ഭീഷണിയല്ല എന്ന് കൃത്യമായി BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന തരത്തിൽ ആണ് ഈ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. മാത്രമല്ല ഇത്തരത്തിൽ തങ്ങൾക്ക് ഡീലുണ്ട് എന്ന തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് എന്താണ് തെളിവ് ഉള്ളത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. BJPക്കെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുക ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ അത് അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അവർക്കെതിരെ ഭീഷണി കേസുകൾ എടുക്കുന്നുണ്ട്. തനിക്കെതിരെ പോലും 36ഓളം കേസുകൾ എടുത്തിട്ടുണ്ട്. തന്നെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഈ LDFന് അതേസമയം യാതൊരു തരത്തിലുള്ള ഭീഷണിയും BJPയുടെ ഭാഗത്തു നിന്നും ഇല്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നതിനെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു. പ്രധാനമന്ത്രി എത്തുന്ന ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ ഹിന്ദു മതത്തെക്കുറിച്ചും അതുപോലെ ക്ഷേത്രങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. എന്തുകൊണ്ട് പക്ഷേ ശബരിമലയെ കുറിച്ച് മാത്രം അദ്ദേഹം മിണ്ടുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഈ ഇടതുപക്ഷം സ്വർണം കവർന്നു എന്നത് പ്രധാനമന്ത്രി മറന്നു പോവുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPMനെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. LDFനെയും BJPയും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു നിലയായിരുന്നു ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇദ്ദേഹം റബ്ബർ തൊഴിലാളികൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അവർക്ക് തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ. കണ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഗൂഢലക്ഷ്യങ്ങളോടെയാണ് FCRA ബില്ല് പാസാക്കിയതെന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഉത്തരേന്ത്യയിൽ വൈദികരെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നത് കണ്ടതാണ് ഒടുവിൽ FCRAയും കൊണ്ടുവരുന്നു. മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമാക്കിയാണ് ഭേദഗതി കൊണ്ടുവരുന്നതെങ്കിലും മറ്റെല്ലാ വിഭാഗങ്ങളിലേക്കും ഇത് നീളും. ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. ഇത് സന്നദ്ധ സേവനം നടത്തുന്ന ഒരുപാട് സംഘടനകളെ നിഷ്പക്ഷമായും നീതിപൂർവ്വമായി മഹാത്മാഗാന്ധി പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബില്ലാണ്. അതുകൊണ്ട് ഈ ബില്ല് ഒരു നിമിഷം വൈകാതെ പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുന്നത് എന്തിന്റെ പേരിലാണ്? FCRA ഭേദഗതി ന്യൂനപക്ഷ വേട്ടയല്ലെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. വിദേശ സഹായം സ്വീകരിക്കുന്നതിനായി 16,000-ഓളം അപേക്ഷകളിൽ 3,000 എണ്ണം മാത്രമാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളത്. ലൈസൻസ് റദ്ദാക്കുന്ന സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഏറ്റെടുത്താൽ അവ നവീകരിച്ച് നടത്തിപ്പിന് സന്നദ്ധതയുള്ളവരെ ഏൽപ്പിക്കും. നിയമപ്രകാരമുള്ള നടപടികളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. ക്രൈസ്തവ സഭകളെ അടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്നും ചർച്ചകൾ ഉയർന്നു വരുന്നത് നല്ലതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. 16,000 പേരാണ് ഒരു വർഷം ഇത് അപേക്ഷിക്കുന്നത്. അതിലേതാണ്ട് 3,000 അപേക്ഷകളാണ് ന്യൂനപക്ഷത്തിൻ്റെ ഉള്ളത്, ബാക്കിയുള്ളത് അല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് എങ്ങനെ ഒരു നിയമം വരുന്നത്? എല്ലാവർക്കും കൂടെയുള്ള നിയമമാണ്. ഇത് ചോദ്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് അപ്പീലിന് പോകാം, ഇതിൻ്റെ അകത്ത് ക്ലാരിറ്റി വരുത്താം. ഇനി ഏതെങ്കിലും ഇത് അനാഥമായിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനം അനാഥമായിപ്പോയി ആരുമില്ല എങ്കിൽ ഈ അതോറിറ്റി ഏറ്റെടുത്തിട്ട് അതിൻ്റെ FCRA ഭേദഗതി ക്രൈസ്തവ സഭകളെ ആശങ്കയിലാഴ്ത്തുകയാണെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സേവനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ ഭേദഗതി. ഓർത്തഡോക്സ് സഭയുടെ 3 FCRA അക്കൗണ്ടുകൾ 2 വർഷമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന് വ്യക്തമായ കാരണം സർക്കാർ പറയുന്നില്ല. ഈ കാര്യം മോദിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. ഭൂരിപക്ഷ സമുദായങ്ങളെയും ബാധിക്കുന്നതാണ് നിയമമെങ്കിലും കൂടുതൽ ബാധിക്കുക ന്യൂനപക്ഷ ാണ്. BJP നേതാക്കളും മന്ത്രിമാരും സഭകളുടെ പള്ളികളും മറ്റും സന്ദർശിക്കുകയും അവർ നടത്തിയ വിരുന്ന് സൽക്കാരങ്ങൾ സഭയുടെ നേതാക്കന്മാർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടേത് ഒരു ഇരട്ടത്താപ്പ് നയമാണോ എന്ന് സഭകൾ സംശയിക്കുന്നുവെന്നും കാത്തോലിക്ക ബാവ പറഞ്ഞു. ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ഏറ്റെടുക്കാനുള്ളതായിരിക്കുന്ന നിയമമുണ്ടാകുന്നു എന്ന് പറയുന്നത് സഭകൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹിക സേവനങ്ങളെയും
വളരെ ആശങ്കയിലാർത്തുന്നു. മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാവും. ബീഹാർ രാഷ്ട്രീയത്തിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്റെ നിയമസഭാ കൗൺസിൽ അംഗത്വം ഔദ്യോഗികമായി രാജിവെച്ചു. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജി. ഇനി ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു BJP-കാരൻ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. BJP-യുടെ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നിതീഷിന് പകരക്കാരനായി മകൻ നിഷാന്ത് JDU-വിനെ നയിക്കാൻ എത്തുമെന്നാണ് സൂചന. ധാരണയനുസരിച്ച് നിഷാന്തിന് ഉപമുഖ്യമന്ത്രി പദവും JDU-വിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചേക്കും. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ BJP പ്രസിഡന്റ് നിതിൻ നബീനും ബീഹാർ നിയമസഭാ കൗൺസിൽ അംഗത്വം രാജിവെച്ചിരുന്നു. ഭക്തിസാന്ദ്രമായി അനന്തപുരി തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം നടന്നു. രാവിലെ 10:15 തന്ത്രി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാര അടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ദേവീകടാക്ഷം നേടാൻ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഖില ചേരുകയാണ്. അഖില, കരിക്കകം ചാമുണ്ടേശ്വരിക്ക് പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞു ജനങ്ങൾ. ഇനി ഒരു നിവേദ്യത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. എത്രത്തോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം അവിടെ കാണാൻ സാധിക്കുന്നു? സ്വപ്ന, തീർച്ചയായിട്ടും വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. രാവിലെ 10:15 പൊങ്കാല അടുപ്പിൽ തീ പകർന്നു. ഇനിയിപ്പോൾ എല്ലാവരുടെയും പൊങ്കാലകളൊക്കെ തയ്യാറായി. ഇനി നിവേദ്യത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ പണ്ടാര അടുപ്പിലേക്ക് അടുപ്പ് ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള ഉടവാളെത്തിക്കും. അതിനുശേഷമുള്ള പൂജകൾക്കൊക്കെ ശേഷമാണ് തർപ്പണം നടക്കുക. പിന്നാലെയാണ് ക്ഷേത്രത്തിന്റെ ഈ ചുറ്റുവട്ടത്തെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഭക്തരുടെ പൊങ്കാലകളിൽ തർപ്പണം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി മടങ്ങിപ്പോക്കിന്റെ ഒരു സമയത്തിലേക്ക് കൂടി അടുക്കുകയാണ്. അതായത് തങ്ങളുടെ ആത്മസമർപ്പണം ദേവി സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ള ഒരു സമാധാനത്തോടെ മടങ്ങിപ്പോകാനുള്ള ഒരു കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഭക്തരുടെ മുഖത്തുള്ളത്. ഇപ്പോൾ ഈ ദർശനത്തിനായുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ ക്യൂ ആണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടിരുന്നത്. ഇടയ്ക്ക് പൊങ്കാല സമയത്ത് മാത്രമാണ് കുറച്ചൊരു തിരക്ക് കുറഞ്ഞിരുന്നത്. ഇപ്പോൾ വീണ്ടും ആളുകൾ കൂടുതലായി എത്തുകയാണ്. പക്ഷെ ഒരു അല്പം മുമ്പ് ഉണ്ടായിരുന്ന അത്ര ആളുകളില്ല. എല്ലാ ആളുകൾ ഇങ്ങനെ വളരെ പെട്ടെന്ന്, അതായത് ഇനി ഈ നിവേദ്യത്തിന് മുമ്പ് അമ്മയെ കണ്ട് ഒരു നോക്ക് കണ്ട് അമ്മയോട് ആ നന്ദിയെല്ലാം, അതായത് ഭംഗിയായി പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞു, ഇനി അടുത്ത വർഷം വരാൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി അമ്മയ്ക്ക് അർപ്പിച്ച് മടങ്ങാനായി, അമ്മയെ ഒന്ന് കാണാനായി ഭക്തർ വളരെ വേഗം എത്തുന്ന കാഴ്ചകളാണ്. നേരത്തെ സ്ത്രീ ഭക്തജനങ്ങളാണ് കൂടുതലായി എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരും ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ ഈ പാർവതി പുത്തനാറും ഈ പരിസരത്തുമുള്ള ഒരുക്കിയിരിക്കുന്ന എല്ലാ പൊങ്കാലകളും ഏകദേശം പൂർത്തിയായി. അമ്മയ്ക്കുള്ള ഇഷ്ടവിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഭക്തർ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2:15 ഈ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. അതിന് മുമ്പാണ് ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവിയുടെ ഉടവാളി പണ്ടാര അടുപ്പിരിക്കുന്ന ഈ ഇടത്തേക്ക് എത്തിക്കുക. അതിനുശേഷം തർപ്പണം നടക്കും. പിന്നീട് ഈ ക്ഷേത്രത്തിനും ഇതിന് ചുറ്റുമുള്ള പൊങ്കാല കലങ്ങളിലെല്ലാം തർപ്പണം നടത്തുകയാണ്. 300ഓളം KSRTC ബസ്സുകൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്തർക്ക് മടങ്ങിപ്പോകാൻ. ജില്ലാ ഭരണകൂടത്തിന്റെ, കോർപ്പറേഷന്റെ ഒപ്പം ഈ ക്ഷേത്ര ഭരണസമിതിയുടെയൊക്കെ ഭാഗമായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കടുത്ത വേനലാണ്. മീനമാസത്തിലെ വേനൽ ചൂടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ വളരെ ശക്തമായി ഉണ്ട് എങ്കിൽ പോലും ഭക്തരെ സംബന്ധിച്ച് അമ്മയെ കാണാൻ വർഷത്തിലൊരിക്കൽ എത്തുന്നതാണ്. ഇത്തരത്തിലുള്ള ദിവസം വർഷത്തിലൊരിക്കലേ ഉണ്ടാവാറുള്ളൂ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനൊപ്പം TVK അധ്യക്ഷൻ വിജയ് അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സ്റ്റാലിൻ ചെന്നൈയിലെ കൊളത്തൂരിലാണ് പത്രിക സമർപ്പിച്ചത്. DMK വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയിട്ടാണ് സ്റ്റാലിൻ പത്രിക നൽകിയത്. തുടർന്ന് റോഡ് ഷോയും ഉണ്ടായിരുന്നു. നടൻ വിജയ് പെരമ്പൂരിലാണ് പത്രിക നൽകിയത്. കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് വിജയ് എത്തിയത്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. ഓഹരി വിപണിയിൽ ഇടിവാണ്. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 1200 പോയിന്റും നിഫ്റ്റി 350 പോയിന്റും ഇടിഞ്ഞു. പശ്ചിമേഷ്യയിൽ തുടരുന്ന അനിശ്ചിതത്വവും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവുമാണ് വിപണിയിലെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. വിപണിയുടെ തുടക്കത്തിൽ ബാങ്കിംഗ് ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില
2.47% ഉയർന്ന് ബാരലിന് $115 എത്തി. അതേസമയം രൂപ റെക്കോർഡ് തകർച്ചയിൽ നിന്ന് തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് രൂപ കൂപ്പുകുത്തിയിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ വൻ മുന്നേറ്റം കാഴ്ചവെച്ചു. ഇന്ന് വിപണി തുറന്നപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 1% ഉയർന്ന് $93.85 എന്ന നിലയിലെത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലും ഇടിവുണ്ട്. ഒരു പവൻ 600 രൂപ കുറഞ്ഞ 1,80,000 രൂപയായി. ഗ്രാമിന് 75 രൂപയാണ് കുറഞ്ഞത്. 13,500 രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയാണ് വിലയിടിവിന് കാരണം. IPL ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ ചെന്നൈയെ നേരിടും. ഗുവാഹത്തിയിലാണ് മത്സരം. ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസണ് ഇന്ന് അരങ്ങേറ്റമാണ്. സഞ്ജു എത്തിയ ആവേശമുണ്ടെങ്കിലും ചെന്നൈ ക്യാമ്പ് പരിക്കിന്റെ പിടിയിലാണ്. CSK ആദ്യ മത്സരത്തിനിറങ്ങുക. MS ധോണിയും ഡൊവാൾ ബ്രീവിസും സ്പെൻസർ ജോൺസണും ഇല്ലാതെയാണ് റൺസ് പ്രതീക്ഷ. സഞ്ജു, ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, ആയുഷ് മാത്രേ, ശിവം ദുബെ എന്നിവരുടെ ബാറ്റിംഗിലാണ്. ധോണിയുടെ അഭാവത്തിൽ സഞ്ജു വിക്കറ്റ് കീപ്പറാകും. റിപ്പോർട്ടോട് ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.